Welcome to Red Devils Talks, your home for Manchester United news, reactions, and live match coverage. Guys, welcome back to Red Devils Talks. എല്ലാവർക്കും നമസ്കാരം. ലാസ്റ്റ് വീഡിയോ കുറച്ച് ഇച്ചിരി ഓവറായിപ്പോയി. ആരും ഒന്നും വിചാരിക്കരുത്. കുറേ പേർക്ക് അത് വല്ലാണ്ട് ഹേർട്ടായി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെനിക്ക് കമൻസിലൂടെ എല്ലാവരും പറഞ്ഞു. എൻ്റെ ഈ ഓവർ എക്സ്പെക്റ്റേഷനും ഓവർ ഫ്രസ്ട്രേഷനൊക്കെ ആയിപ്പോവാണ്. നമ്മൾ ഈ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന നേരം ഒരു സംഭവം വരുമല്ലോ, അതാണ് സംഭവിച്ചത്. അപ്പം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു എക്സ്പെക്റ്റേഷനും വെക്കുന്നില്ല. അങ്ങനെ വെക്കുമ്പോഴാണല്ലോ എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ പരിപാടിയാണ് നിർത്തി. ഇനി എന്താണോ നടക്കുന്നത് അത് നടക്കട്ടെ. ഫുള്ള് വിട്ടു. അപ്പോൾ അതെല്ലാവരും മറക്കുക. ഞാനും അത് പറഞ്ഞു. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. ലാസ്റ്റ് വീഡിയോയുടെ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മിഡ്ഫീൽഡ് ടാർഗറ്റ്സിൽ നമ്മൾ അവസാനമായിട്ട് ലാസ്റ്റ് ഫൈനൽ 3 എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് കുറേ പേരുകളുണ്ടായിരുന്നു, പക്ഷെ ആ പേരുകളൊക്കെ പോയി. ഇപ്പം ലാസ്റ്റ് ഫൈനൽ 3 ആരൊക്കെയാണ് ഫൈനൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ് സ്കോട്ട്, ബോൺമൗത്തിൻ്റെ അലക്സ് സ്കോട്ട്, പിന്നെ നമ്മുടെ ബ്രൈറ്റൻ്റെ കാർലോസ് ബലേബ, പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ ചുമേനി. അപ്പോൾ ഈ 3 പേരെയാണ് ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഇതും റാഞ്ചി കൊണ്ടുപോകാൻ സ്പേഴ്സ് വരുമോ? സ്പേഴ്സിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ചിരിക്കണോ കരയണോ ആ ഒരു അവസ്ഥയല്ല ഞാനിപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് എന്താണ് പറ്റിയത്? ചില്ലറ ലോട്ടറി ഒന്നുമല്ല, വേറെ എന്തോ കൂടിയ സാധനം അടിച്ചിരിക്കുന്നത്. മത്തായസ് ഫെർണാണ്ടസിനെ കൊണ്ടുപോയില്ലേ 85 മില്യൺ. അതിനുശേഷം ടൊണാലിനെ കൊണ്ടുപോയി, അതും 100 മില്യൺ വിത്ത് ആഡോൺസിൽ. 100 മില്യൺ ടൊണാലിനെ കൊണ്ടുപോയി, ഹൈ സാലറി. എന്താണ് സംഭവം നോക്കിയേ. പിന്നെ ഒരു ക്ലാരിഫിക്കേഷനും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മത്തായസ് ഫെർണാണ്ടസിനെ നമ്മൾ 85 മില്യണിൽ കൊടുക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനല്ല ഞാൻ കാണിച്ചത്. എനിക്ക് ആ മാനേജ്മെൻറ്റിനോടുള്ള ആ ഒരു വ്യക്തിപരമായി, ഞാൻ എൻ്റെ പേഴ്സണലിയാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമായിരുന്നു ഞാൻ അവിടെ പറഞ്ഞതും കാണിച്ചത്. കാരണം ഒരു മാസത്തിൻ്റെ മേളിൽ ഒരു കിട്ടാത്ത പ്ലെയറിൻ്റെ പിന്നാലെ നടന്ന് ടൈം കളഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞാൻ തീർത്തതാണ്. അപ്പോൾ അത് എല്ലാവരും വിട്ടേക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 3 പേരിൽ ആരെയൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്? ഞാൻ പറയുന്നത് എനിക്ക് ഈ ഫൈനൽ 3 നമ്മൾ പറഞ്ഞല്ലോ, സ്കോട്ട്, ബലേബ, ചുമേനി, ഇതിൽ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും കിട്ടണം. 2 പേരെങ്കിലും. കാരണം ഇപ്പോൾ ഉഗാർട്ടേനെ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റൂല, കളിപ്പിക്കാനും പറ്റൂല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് പരിക്കായി, നല്ല ഹൈ റേഞ്ച് പരിക്കാണ്. സീസൺ ഔട്ട് അല്ലെങ്കിൽ സീസൺ അവസാനം അങ്ങനെ എന്തോ മാത്രമേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണിലായിരിക്കും തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്ലെയർ വേണമല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 മിഡ്ഫീൽഡ് വിത്ത് എഡേഴ്സൺ, അപ്പോൾ 3 ആയി. അപ്പോൾ അതിൽ ഒരു മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സ് സ്കോട്ട്, ബോൺമൗത്തിൻ്റെ അലക്സ് സ്കോട്ടിന് ഒരു 59 മില്യൻ്റെ ഒരു ബിഡ് ഇട്ടു. ഒഫീഷ്യലായിട്ട് നമ്മുടെ ഫാബ്രി അണ്ണനും ഡേവിഡ് ഓർസ്റ്റനൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വേറെ പല ഇതിലും കണ്ടത് 59 മില്യൺ നമ്മൾ ബിഡ് ഇട്ടു. പക്ഷെ ബോൺമൗത്ത് അത് റിജക്റ്റ് ചെയ്തു. പക്ഷെ നമ്മൾ സ്റ്റിൽ റേസിലുണ്ട്, കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇത് സൈഡിൽ ഇരുന്നിട്ട് കുറച്ച് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അത്ര ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂളും ആർസണലും. അവർ ബിഡൊന്നും ഇട്ടിട്ടില്ല. അവർ നമ്മൾ എന്തിലാണ് പോകുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ ടോട്ടൻഹാം ചെയ്തതുപോലെ. ടോട്ടൻഹാം സ്പേഴ്സ് എന്താണ് ചെയ്തത്? നമ്മൾ ആരെയാണോ സ്കൗട്ട് ചെയ്യുന്നത് അതിൻ്റെ അവസാനം കൊണ്ടുപോയിട്ട് ഒരൊറ്റപ്പെടുത്താം. അതാണ് മത്തായസ് ഫെർണാണ്ടസിൻ്റെ നടന്നത്, ടൊണാലിൻ്റെ നടന്നത്. ഈ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയ സമയത്ത്, അതായത് സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ടൊണാലിൻ്റെ ന്യൂസുകൾ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ സ്പേഴ്സ് വന്നില്ല. പിന്നെ നമ്മളത് മെല്ലനെ മത്തായസ് ഫെർണാണ്ടസിലേക്ക് മാറ്റി. അപ്പോൾ എന്തായി, അപ്പോഴും സ്പേഴ്സ് ലാസ്റ്റ് ടൈമിൽ വന്നിട്ട് അവനെ കൊണ്ടുപോയി, ടൊണാലിനെ കൊണ്ടുപോയി. ഇവന്മാര് നമ്മൾ നോക്കുന്ന എല്ലാ പ്ലെയേഴ്സിനെയും ടാർഗറ്റ് ചെയ്ത് വന്നിട്ട് കൊത്തിക്കൊണ്ടുപോകാൻ. അതാണ് അവസ്ഥ. എന്തോ ഭാഗ്യത്തിന് സ്കോട്ടിന്റെ പിന്നാലെ ഇല്ല, അലസ്കോട്ടിന്റെ പിന്നാലെ. പക്ഷെ അലസ്കോട്ടിന്റെ പിന്നാലെ ലിവർപൂളും ആർസണലും ഉണ്ട്. അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കൂടുതൽ വിമർശിക്കാൻ നിൽക്കുന്നില്ല. കാരണം കൂടുതൽ വിമർശിക്കുന്ന നേരം എനിക്ക് തന്നെയാണ് അത് പ്രശ്നം വരുന്നത്.
കാരണം ഞാൻ ഓവർ എക്സൈറ്റ്മെന്റിൽ, ഓവർ കോൺഫിഡൻസിൽ, കാരണം വരും ഈ നമ്മുടെ 2026 2027 സീസണിന് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അത് ഒരു മോശമാണത്, എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മോശം തീരുമാനം തന്നെയാണത്. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. കാരണം നമ്മുടെ മാനേജ്മെന്റും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് എന്താണോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പഠിച്ചു. ലാസ്റ്റ് വീഡിയോയോട് കൂടി ഞാൻ പഠിച്ചു. ലാസ്റ്റ് വീഡിയോയിൽ ഞാനത് അമ്മാതിരി വർത്താനം ഞാൻ പറഞ്ഞു പോയിന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ഈ 3 പ്ലേയേഴ്സിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഐ വിൽ ഗോ ഫോർ ചുമേനി. കിട്ടുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് കമാവിംഗേനും ചുമേനിനും കൊടുക്കാനാണ് താല്പര്യം. കാരണം അവർക്ക് ഓഫ് ലോഡ് ചെയ്യണം തന്നെയാണ് താല്പര്യം. പക്ഷേ അവർക്ക് എൻസോ ഫെർണാണ്ടസിനെ കിട്ടില്ല എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവര് ചെൽസിന്ന് എൻസോനെ മിഡിലേക്ക് അവിടെ കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ സാബി കൊടുക്കുന്നില്ല, ചെൽസി കൊടുക്കാനുള്ള തയ്യാറില്ല. പക്ഷെ പെറസണ്ണന് വേറൊരു രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലീസേനെ എന്ത് പൈസ കൊടുത്തിട്ടാണെങ്കിലും പുള്ളിക്കാരൻ എത്തിക്കണം എന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ടല്ലേ എംബാപ്പെ ഒലീസെ കോംബോ ഫ്രാൻസിൽ. അപ്പൊ ആ ഒരു സംഭവം റയൽ മാഡ്രിഡിലും അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പെറസണ്ണന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനറിയാലോ 200+ 250 അടുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, റെക്കോർഡ് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കമാവിംഗ ചുമേനി അല്ലെങ്കിലും ജോസേട്ടന് അവർ രണ്ടുപേരെയും താല്പര്യമില്ല. പക്ഷേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കമാവിംഗനെ സിറ്റിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. സിറ്റിക്ക് റയൽ മാഡ്രിഡ് ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ പോണ്ടെന്ന് തന്നെയാണ് കമാവിംഗന്റെ പിന്നാലെ. കാരണം കമാവിംഗ നല്ല പ്ലെയറാണ്, നല്ല കളിക്കാരനാണ്. പക്ഷെ ഒരു ഇഞ്ചുറി ക്രൈസിസ് ആണ്. മൗണ്ടിനെയൊക്കെ പോലെ ആയിപ്പോകും. മൗണ്ടിനെയൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയിൽ ചെൽസിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇവിടെ അത്ര നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് തിളങ്ങാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇഞ്ചുറി, ഒരു ഗെയിം ടൈമും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല, അതായിരുന്നു. അപ്പൊ അതുപോലെ ആയിപ്പോവും കമാവിംഗയും. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. ബട്ട് ചുമേനിനെ എന്ത് വില കൊടുത്തും നമ്മുടെ ഇനിയോസും ഗ്ലേസേഴ്സും ബറാഡിയും വിൽകോക്സും എല്ലാവരും കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പേഴ്സണലി എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യാം. ചുമേനിന് നമുക്കൊരു 100 മില്യണെങ്കിലും കൊടുത്താലെങ്കിലും കിട്ടുമോ? കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 6 ഇയേഴ്സിനേക്ക് പിന്നെ നമുക്ക് നോക്കണ്ടില്ല. പക്ക നമ്പർ 6 പ്രോപ്പർ കസമേറോടെ റീപ്ലേസ്മെന്റ് കൂടിയായിരിക്കും. ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, യൂറോപ്പിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അവ പ്രീമിയർ ലീഗ് ഒരു പുത്തിരി ആയിരിക്കില്ല. രണ്ടാമത്തത് ബലേബയെ ചീപ്പ് ഓപ്ഷൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ഗോ ഫോർ ബലേബ. അല്ലാതെ ഇപ്പൊ ആരെയും കിട്ടിയില്ല, മത്താസ് ഫെർണാണ്ടസ് പോയി, ടൊണാലി പോയി, എല്ലാം കൈവിട്ട് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ബലേബക്ക് പോയിട്ട് 80-100 കൊടുക്കല്ലേ എൻ്റെ പൊന്നു മക്കളെ. അത് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരയും. അത് ചെയ്യാൻ പാടില്ല. ബലേബേന്റെ ശരിക്കുള്ള ഇപ്പോഴത്തെ പെർഫോമൻസ്, ലാസ്റ്റ് സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പം ഓൺലി ഒരു 50+. പക്ഷേ അത് ബ്രൈറ്റൻ്റെ അടുത്ത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ബ്രൈറ്റൺ ഇപ്പോഴും 80+ തന്നെയാണ് ആഗ്രഹിച്ച് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോ ഫോർ അലക്സ് സ്കോട്ട്. ഇപ്പൊ 59-ൽ റിജക്ട് ചെയ്തേ, ഒരു 65-70 ഒക്കെ ഒന്ന് ആക്കി നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ സ്കോട്ടിനെ കൊണ്ടുവരാം. സ്കോട്ട്, ചുമേനി, എഡേഴ്സൺ സൂപ്പർ ആയിരിക്കും. ചുമേനി വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഡ്രീം മിഡ്ഫീൽഡ് കോമ്പോ, ഞാനത് പണ്ടത്തെ വീഡിയോസ് ഞാൻ പറഞ്ഞായിരുന്നു, ഈ ചുമേനിയും വാൽവെർഡയും അവിടെ അടിയായല്ലോ. അപ്പൊ ആ സമയത്ത് തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി നടന്നപ്പോൾ തന്നെ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഡ്രീം മിഡ്ഫീൽഡ് കോമ്പോ ചുമേനി, മൈനു, ബ്രൂണോ. ഓഫ്, അതൊരു സൂപ്പർ ആയിരിക്കും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു സംഭവം. അതായത് കസമേറോന് പകരം ചുമേനി അവിടെ വരുന്നു. എന്നിട്ട് ചുമേനിക്ക് വേണമെങ്കിൽ സബ് ഇറങ്ങുന്ന നേരം എഡേഴ്സൺ ഇറങ്ങാം, സുഖായില്ലേ. പിന്നെ മൈനുവിന് വേണമെങ്കിൽ സ്കോട്ട് അല്ലെങ്കിൽ ബലേബനെ കൊണ്ടുവരുന്നതിന് ബലേബൻ ഇറങ്ങാം. അതല്ല വേണമെങ്കിൽ മൈനു കയറിയിട്ട് എഡേഴ്സൺ ഇറങ്ങാം. ശരിക്കും നമുക്ക് സ്ക്വാഡ് ഡെപ്ത് നല്ലപോലെ കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ തന്നെ ഈ സ്പേഴ്സ് ഈ സൈനിങ് ഒക്കെ നടത്തിയില്ലേ, അവരുടെ സ്ക്വാഡ് ഡെപ്ത് ഒന്ന് നോക്കിയേ. അവരിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് സിറ്റിന്റെ ഗോൾ കീപ്പറിന്റെ പിന്നാലെയാണ്. ട്രഫോർഡിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. ട്രഫോർഡിന് മിക്കവാറും കൊടുക്കും, കാരണം അവിടെ ഡൊണാറുമേഞ്ഞാണ് ഗോൾ കീപ്പർ നമ്പർ 1. അപ്പൊ പിന്നെ എന്തായാലും ട്രഫോർഡിന് കൊടുക്കാനുള്ള സാധ്യത. പിന്നെ സ്പേഴ്സ് വന്നിരിക്കുന്നത് അടുത്ത നമ്മുടെ ടാർഗറ്റിന്റെ പിന്നാലെയാണ്. ലെഫ്റ്റ് വിങ്ങിലേക്ക് നമ്മൾ വെസ്റ്റ് ഹാമിന്റെ സമർവില്ലിന്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവന്മാര് വന്നിട്ടുണ്ട്. സെയിം വെസ്റ്റ് ഹാം ആ സെയിം 50 മില്യൺ തന്നെ ചോദിക്കുന്നത്. അതിൽ കുറക്കാനുള്ളത് മത്താസ് ഫെർണാണ്ടസിനെ നമ്മൾ കണ്ടില്ല, 1.5 മാസം ബാക്കിൽ നടന്നിട്ടും ഒരു ഉറുപ്പ്യ അവന്മാര് കുറക്കാൻ തയ്യാറായില്ല.
85 പറഞ്ഞു, ആ 85 തന്നെ സ്പേഴ്സ് കൊടുത്തു കൊണ്ടുപോയി. അപ്പൊ സമർവില്ലിന് ഇപ്പൊ 50 ആണ് ചോദിക്കുന്നത്. അപ്പൊ മിക്കവാറും ആ 50 തന്നെ കൊടുക്കേണ്ടി വരും. നമ്മൾ കൊടുക്കുമോന്ന് അറിയില്ല. പക്ഷെ ഇപ്പം നമുക്ക് റാഷ്ഫോർഡ് ഉണ്ട്. റാഷ്ഫോർഡിനെ ഒരു സൂപ്പർ സബായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. കാരണം വേറൊരു ടീമിലേക്കോ വേറൊരു ക്ലബിലേക്കോ പോകാനുള്ള സാധ്യതയില്ല. ഇന്നലത്തെ അവന്റെ പെർഫോമൻസ് കണ്ടല്ലോ. അതും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വിമർശിച്ചു പോയി. കാരണം ആ റാഷ്ഫോർഡിന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ വിമർശിച്ചതാണ്. കാരണം എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണത്. അപ്പോ അക്കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ റാഷ്ഫോർഡിനെ അങ്ങനെ വിമർശിച്ചത്. ഇന്നലത്തെ ഇംഗ്ലണ്ടിന്റെ കളി കണ്ടവർക്ക് മനസ്സിലാവും അവന്റെ പെർഫോമൻസ്. ഓഫ് കൂതറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അട്ടർ വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. എന്താണ് കാണിച്ചുകൊണ്ടെന്ന് അറിയില്ല. ചില സമയത്ത് നോക്കുന്നേരം ആ ഒരു ലെഫ്റ്റ് വിങ്ങിന്റെ ഒരു മൂലക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ലോങ് ബോൾ വരുമായിരിക്കും, അതല്ലെങ്കിൽ ഒരു ത്രൂ പാസ് ആരെങ്കിലും ഇടുമായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി പോലും അവൻ കാണിച്ചിട്ടില്ല. എനിക്കങ്ങനെയാണ് കളി കണ്ടിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള ഇംഗ്ലണ്ടിന്റെ പ്ലേയേഴ്സ് ഒക്കെ ഓടി നടന്ന് നിൽക്കുമ്പോൾ ഇവനെ മാത്രം ഞാൻ ശരിക്കും നോട്ട് ചെയ്തു. ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഇവനിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കുറേ മിസ് പാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരൊറ്റ ഷോട്ട് എങ്ങാനും നല്ല രീതിയിൽ എടുത്തു, അത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കോങ്കോന്റെ ഗോളി. പക്ഷേ അവനെ റീപ്ലേസ് ചെയ്ത് ഗോർഡൻ വന്നപ്പോ കളി ആകെ മാറി. 2 അസിസ്റ്റും കൊടുത്തു, കളി ജയിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ എനിക്ക് മനസ്സിലായി ബാർസലോണ എന്തുകൊണ്ട് ഇവനെ റിജക്ട് ചെയ്തിട്ട് ഗോർഡനെ കൊണ്ടുപോയി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ അത് കുറെ ആൾക്ക് അറിയില്ല. റാഷ്ഫോർഡിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഓരോ ആൾ ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ഞാൻ പറയുന്നപ്പോൾ റാഷ്ഫോർഡ് പോവില്ല. അപ്പൊ എന്തായാലും ലെഫ്റ്റ് വിങ്ങിൽ പിന്നെ നമ്മൾ പുതിയൊരു പ്ലെയറിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഇവനിക്ക് തന്നെ ഹ്യൂജ് സാലറി കൊടുക്കുന്നത്. പിന്നെ ഒരു 50 മില്യണും കൊടുത്ത് സമർവില്ലിന് ഒരു 150 ഒക്കെ കൊടുക്കുന്നതിലും ആവശ്യം എന്തിനാണ്? കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്പേഴ്സ് കൊണ്ടുപോയിക്കോട്ടെ. നമുക്കിവിടെ സൂപ്പർ സബായിട്ട് യൂസ് ചെയ്യാം. കാരണം നമുക്ക് കൂനിയുണ്ട്, ഡോർഗു ഉണ്ട്. അതിനുശേഷം മാത്രമേ ഇവനെ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ടോക്കിംഗ് ന്യൂസുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. 3 മിഡ്ഫീൽഡ് ഓപ്ഷൻ, സ്കോട്ട്, ചുമേനി, ബലേബ. നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും? കമന്റ് യുവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഗൈസ്.